ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കാർ ഫോർ സെയിൽ സിമുലേറ്റർ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും എണീച്ച് 15 ലക്ഷമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടാ. ഞാൻ പിന്നെയും കുറേ നോക്കിയപ്പോൾ നമുക്ക് എന്താ ഇതാക്കാൻ പറ്റും, ലൈക്ക് ഓഫീസ് ഫുള്ളി ഇതാക്കാൻ പറ്റും. ഓഫീസല്ല ശരിക്കും, എന്താ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഞാൻ എന്തായാലും വലുതാക്കാൻ പോകണം കേട്ടോ. ഇന്നും റിനോവേഷനാണ് കട. ഞാൻ മൊത്തത്തിൽ വലിയ ഷോറൂം ആക്കാൻ പറ്റും. മറ്റേ വലിയ വലിയ സെക്കൻഡ് കാർസിൻ്റെ ഷോറൂമില്ലേ, ഇത് നമ്മൾ വലിയ കാറൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെയിലത്തിട്ട് വെക്കുകയല്ലേ. അപ്പം നമ്മൾ അതൊക്കെ മാറ്റി ഇതൊക്കെ പൊളിക്കേണ്ടി വരും. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും പൊളിക്കാനൊരു ഇത് അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യട്ടെ. ലെവൽ 3 ആക്കി ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വലുതാവും. ഓക്കെ, അപ്പോൾ ഇനി എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ മൊത്തം ഡിലീറ്റ് ചെയ്യണം എന്ന് വെച്ചത്. അയ്യോ, എല്ലാം പോയേ. കഴിഞ്ഞ വീഡിയോയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി എല്ലാതും പോയി. കാശും പോയി, വാങ്ങിയ സാധനം പോയി, സമയം പോയി. അത് വിസ്തരിക്കാൻ പറ്റുമായിരുന്നു, മറന്നു. നല്ല ഫ്ലോർ കിട്ടണം, നല്ല ഫ്ലോർ. പിന്നെ നമുക്ക് കാറൊക്കെ കറക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വാങ്ങിക്കാൻ പോയി ഞാൻ. അതായത് ഇന്ന് വലിയൊരു ഷോറൂം ആവുന്ന അർത്ഥം. ഓഫീസിൻ്റെ ലൊക്കേഷൻ കൂടി മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലമൊക്കെ വാങ്ങിക്കായിരുന്നു. എന്തൊരു ഓക്കെ, ബോർഡ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഫ്ലോറ് ഒന്നുമില്ലല്ലോ ഇനി. അപ്പോൾ ആദ്യം പോളാ. അയ്യോ, ഇതാണ് ആ ഫ്ലോറ്. വോളൊക്കെ ഉണ്ട്. വോളൊക്കെ നമുക്ക് എവിടെ ഇടാം? അത് കാര്യം നമുക്ക് ബാക്കിൽ മൊത്തം മതിൽ വെക്കാം ആദ്യം. ബാക്കിൽ ഫുൾ മതിൽസ്. ഇതിന് ആദ്യം മറ്റേ വോൾ ഇടണം. ഇത് രണ്ടും സെയിം ആണ്. എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നത്? ഇത് മറ്റേ മോളി വെക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, മറന്നു പോകുന്നതാണ് കേട്ടാ. അപ്പോൾ നമുക്കിത് ഫുൾ ഗ്യാപ്പ് വരുന്നടാ, അടുപ്പിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ ഐസ്, അപ്പം ഞാൻ മൊത്തം തറക്കല്ല് ഇട്ടിട്ടുണ്ട്. അയ്യോ, മൊത്തം തറക്കല്ലല്ല, തറ മൊത്തം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ വോള് ചെയ്ത് വരുമ്പോഴത്തേന് നൈറ്റായി കേട്ടാ. വോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിൽ മൊത്തം വോൾ ഇടാൻ പോയി. ഈ മതിൽ ഫ്രണ്ടിൽ മാത്രം പോരെ ഗ്ലാസ്. ഒരു ഉറപ്പൊക്കെ വേണ്ട ബിൽഡിങ്ങിന്. മൊത്തം ഗ്ലാസ് ആയി കഴിഞ്ഞാൽ ഒരു ഭൂമിയൊർക്ക് വന്നാൽ മൊത്തം പൊളിഞ്ഞിടില്ലേ. ഇത് എളുപ്പമാണ് കേട്ടാ. മറ്റേ ഞാൻ 2-3 പ്രാവശ്യം അഴിച്ച് പണിഞ്ഞു കേട്ടാ. ഇതൊരു പകുതി വരെ കിടക്കട്ടെ. എത്രയായി? ഓക്കെ, ഒരു പകുതി വരെ ഞാനത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ എളുപ്പമാണ് കേട്ടാ. ബാക്കി മൊത്തം ഞാൻ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് ഏത് സെറ്റ് ചെയ്യണം? ഏതൊരു ലുക്ക്? ഇത് ഏതാ ലുക്ക് നോക്കട്ടെ. ഇത് മുകളിലിടാം, ഇത് താഴെ ഇരിക്കട്ടെ. ഇവിടെ എന്താ വെക്കാൻ പറ്റത്ത ഗ്ലാസ്? ഇവിടെ ഞാൻ വേറെ സാധനം കൊണ്ടു വെച്ചിട്ടുണ്ടല്ലേ. അത് കാണും കൂടി ഇല്ലല്ലേ. എനിക്ക് വണ്ടി കയറ്റാനൊക്കെ സ്ഥലം വേണം കേട്ടോ. വണ്ടി അകത്തോട്ട് ഇട്ടണം. അതിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ലിഫ്റ്റൊക്കെ ഉണ്ട്. ലിഫ്റ്റൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം ഇനി. അയ്യോ, ചെരിഞ്ഞു പോലെ. ഇവിടുന്ന് ഇങ്ങനെ എൻട്രി.
ഡോർ എവിടെ? ഈ ഡോറാണ്. അവിടെ ഇതൊക്കെ ചെറിയ ഡോറാടാ. അപ്പൊ ഇതിരിക്കട്ടെ. 4 ഡോറൊന്നുണ്ട. ഓൾ ഓക്കെ. ഇത് ആൾക്കാർക്ക് കയറാനുള്ള സ്ഥലം. ഇത്രക്കൊന്നും വേണ്ടായിരുന്നല്ലേ കയറാൻ? എന്തിന് ഇത്ര അധികം? എടാ എന്റെ തറ പൊളിയുന്നടാ. അയ്യോ തറ. ഡോർ അത് മതി മതി. അപ്പൊ ഇതാണ് എൻ്റെ ഇത് കടയിലോട്ടുള്ള വാതിൽ. ബാക്കി വിൻഡോസ്. നിന്നോട് അതിന് ചെരിയാൻ പറ. നീ എന്തിനു ചെരിയുന്നു? നിന്റെ പരിപാടി എന്താ അറിയോ? ഓരോ നിലയിലും ഓരോ കാർ വെച്ച് കളക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇന്ന് എന്തായാലും ഒരു നില കളക്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ റൂഫ് ഒറ്റ ഹൈറ്റ് എത്ര മതിയായിരിക്കും അല്ലേ? സപ്പോർട്ടേഴ്സാ. ഓ അയ്യോ അത് ഞാൻ വിട്ടുപോയി. നമുക്ക് കാറ് കെട്ടാനുള്ള വഴിയാണ് കേട്ടത് മുകളിലോട്ടൊക്കെ. പോള് വിൻഡോസ്. ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ. ഡിലീറ്റ്. ഓക്കെ. ഇനി ഞാൻ അതിലൂടെ ഇതിവിടെ ഓപ്പൺ ആവും കേട്ടാ. അയ്യോ അങ്ങനെയല്ല. വാള് അല്ല വിൻഡോ. ഇവിടുന്ന് ഇങ്ങനെ ഇത്. ഓക്കെ. ഒരു ഡോറ് തുറന്നിരുന്നോട്ടെ. ഇനി എന്താ വെക്കള? ഇനി സപ്പോർട്ടേഴ്സിൽ ഇതാണ് ലിഫ്റ്റ്. ഓക്കെ ഇതാണ് ലിഫ്റ്റ്. ലിഫ്റ്റ് നമ്മൾ ബാക്കിലാണ് കൊണ്ടുവെക്കുന്നത് കേട്ടാ. എടാ അവിടെ ഒറ്റത്തായിട്ടിരിക്കൂല കേട്ടാ. അപ്പോൾ ഇവിടെ ഞാൻ ലിഫ്റ്റ് വെച്ചു. ഇനി എന്തൊരു മുകളിലോട്ട് കയറാനുള്ള കോണി. അത് കള്ളം അത് കറക്റ്റാ. അത് മുകളിൽ കയറാനുള്ള കോണി. എപ്പോഴേലും കയറുമായിരിക്കും ആള്. ഓക്കെ ഏതല്ലേ? പ്ലാനിങ് ആണ് പ്ലാനിങ്. അതെനിക്ക് അകത്തോട്ട് കയറാനുള്ളത്. അപ്പോൾ ഒരു ഡോറ് ഇരുന്നോട്ടെ. ഡോറ് ചെറിയൊരു ഡോർ ഇരുന്നോട്ടെ. ഓക്കെ അപ്പോൾ അത് സെറ്റ്. ഇനി നമുക്ക് മുകളിൽ റൂഫ് ഇടാം. അതൊരു മെനക്കേടാണ്. ഞാൻ അടുത്ത വീഡിയോ അല്ല അല്ലെങ്കിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ഫ്ലോർ ഉണ്ടാക്കുന്ന ഇടാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത ഫ്ലോർ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് പറ. ഫ്ലോർ ഉണ്ടാക്കണ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോ ചേട്ടാ. എനിക്കിതിനെ കുറച്ച് വലിയൊരു ധാരണ ഇല്ല. അപ്പം നല്ല മതിയായിരിക്കും. കാശ് തന്നാ ഇത് വരാത്ത? വന്ന. ഓ എൻ്റെ 4 ലക്ഷമായി കേട്ടാ. ഇനി കാർസ് വാങ്ങിക്കാൻ കാശില്ല. ഇവിടെ അപ്പം അത്യാവശ്യം കാറ് കൊള്ളും കേട്ടാ. ഇനി എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഒരു നിലയിൽ BMW ഫുള്ള്, ഒരു നിലയിൽ ഫുൾ സുപ്ര, ഒരു നിലയിൽ ഫുൾ GTR. എനിക്ക് അറിഞ്ഞോട് GTR എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഓരോ നിലയിലും ഓരോന്നിച്ച് കയറ്റണം. ബെൻസിനൊരു ഫ്ലോറ്. കറയും കളിക്കണ സാധനം വാങ്ങിക്കണമല്ലോ. അത് വാങ്ങിക്കാം കേട്ടാ. അത് വേണം. എല്ലാ കാറും നീ കറയും കളിക്കും. അത് പൊളിക്കും.
ഇവിടെയും കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ കയറും. അമ്മമാരാണ് ഈ പച്ച കത്തിച്ച് കാണിച്ചിരുന്നുണ്ട്. അവിടെ ഇരുന്നോട്ടല്ലേ. വേറെ ഒന്നുമില്ല. ഓക്കെ, ഫുള്ളി കവേർഡ്. ഇത് അതൊരിക്കട്ടെ. നമുക്കത് ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റൂല അപ്പോൾ. അതായത് വേണ്ട വേണ്ട, അവിടെ ഉള്ളിലോട്ട് ഇരിക്കട്ടെ. റോഡല്ല എന്തായാലും. അപ്പം അത് സെറ്റ്. ഓഫീസ് എഡിറ്റ് മോഡ് സെറ്റാക്കി. ഇനി കാറ് കറങ്ങി കളിക്കുന്നത്. ഇത് എങ്ങനെ സെറ്റാക്കോ? എനിക്ക് എല്ലാ കാറും കളിക്കണം. എല്ലാ കാറും കറങ്ങി കളിക്കണം. എത്രയാണ് ഒരു കറങ്ങി എടാ ഞാൻ റൂഫ് സെറ്റ് ചെയ്യണതിന് മുമ്പ് സെറ്റ് ചെയ്യേണ്ടതായിരുന്നത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എത്ര എണ്ണം കൊള്ളു അത്ര എണ്ണം കുഞ്ഞ. എടാ വേണ്ട വേണ്ട, ഗ്യാപ്പ്. കുഴപ്പമില്ല ഏട്ടാ, ഈ സാധനം തിരിച്ചു വെക്കുമ്പോൾ കാശ് കിട്ടുന്നുണ്ട്. പ്രീമിയം കാർസ് ആണ് ഇനി. എൻ്റെ പൊന്നടാവേ, നീ എന്തരടാ ഇതിലെ കൺട്രോൾ ശരിയല്ല. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാറൊക്കെ കറങ്ങി കളിക്കണ ചോദിക്കി സീനായിരിക്കും ഇനി. 9 കാർ കേട്ടോ, എല്ലാത്തിനും 9 കാർ വെച്ചിട്ട്. 9 അല്ല കേട്ടാ. പോയി. ഓക്കെ, സെറ്റായി. ഇവിടെയും വെക്കാൻ പറ്റും. ഓഫീസ് എവിടെ ഇരിക്കട്ടെ? ഓഫീസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണ്ടല്ലേ. മൂവ്. ഇങ്ങനെ ഇരുന്നാലൊരു ഇല്ലല്ലേ. ഇങ്ങനെ ഇരിക്കട്ടെ. സെറ്റ്. വേസ്റ്റ് തൊട്ടാ. ഓക്കെ, അതും സെറ്റ്. അപ്പം നമ്മൾ ഷോറൂം സെറ്റ്. ഇവിടെ ഒരു കറങ്ങണ വെക്കാം, അവിടെ ഒരു കറങ്ങണ വെക്കാൻ പറ്റുമല്ലോ. കറങ്ങുന്നത് അവിടെ. ഇനി കാശുണ്ടാക്കിയിട്ട് നടക്കുള്ളൂ കേട്ടാ. ഓക്കെ, സെറ്റ്. എന്താ കറങ്ങാത്തേ എടാ? ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തുവാണ് കേട്ടാ. ഒരു കാറ് വാങ്ങിക്കൊടുന്ന് കറക്കിയിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്. നല്ലൊരു കാറ് 3,10,000 എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാ. അയ്യോ, ബോർഡ് എടുത്തേക്കാൻ മറന്ന്. ഇതെന്താ ഇവിടെ? ഇങ്ങോട്ട് വാ. ഓക്കെ, ഗുഡ് ടു ഗോ. മോഡ് ഫോർ സൊസൈറ്റി.
അങ്ങനെ ഒരു നില ആക്കിയിട്ടുണ്ട് നമ്മളെ ബിൽഡിങ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇനി നില കൂട്ടും. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് അടിയത്തെ കാറുകളൊക്കെ ഒന്ന് ഫില്ലാക്കണം ഒരു സെക്ഷൻ. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെ മുകളിലോട്ട് പോവുക? ഓ, അപ്പം നമ്മൾ ഇതിൽ കാറ് കയറ്റിയിട്ട് വേണം മുകളിലോട്ട് കൊണ്ടുപോയിട്ട് മുകളിൽ സെറ്റാക്കാൻ. സെറ്റപ്പ് തന്നെ. ഓ, എലിവേറ്റർ അപ്പ്. ഒരു എലിവേറ്റർ മതി. അപ്പോൾ എത്ര നില വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടാ. എത്ര നില വേണമെങ്കിലും ഒരൊറ്റ ഇതിലും മതി. നമുക്ക് അടുത്ത നില തൊട്ടിട്ട് ഈ സ്ഥലത്തിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ഇവിടെയും കാർ ഇടാൻ പറ്റും. അപ്പം സെറ്റ്. അപ്പം ഞാനൊരു കാറ് വാങ്ങിക്കണമല്ലോ. അയ്യോ, ഇതിൻ്റെ അകത്തോട്ട് കാറ് കയറ്റാനുള്ള നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നു. ഹിഹിഹി, ഇവിടെ തന്നെ. ഓക്കെ. അപ്പം അത് അകത്തോട്ട് കാർ കയറ്റ സ്ഥലമല്ല, ബാക്കിയൊക്കെ സെറ്റാക്കിച്ച്. അവിടെ കാറിന് പറ്റിയ വലിയ ഇതുണ്ടാവും. ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ പിന്നെ ചെയ്തോളൂ. കാറ് കയറ്റാൻ വേണ്ടിയിട്ട് ഡോറില്ല കേട്ടാ. അപ്പം ഞാൻ എന്താ ചെയ്യപ്പോൾ 2 ഇവിടെ കൊടുന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ കയറ്റേണ്ടി വരും. ഡോറ് പോട്ടെ, ഇതും പോട്ടെ. ഓക്കെ, സെറ്റ്. അപ്പം അതാണ് കാറ് കയറ്റാനുള്ള വഴി അകത്തോട്ട്. അല്ലാണ്ട് എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് എവിടെ നാളെന്താണ് ഓപ്ഷൻ ആയിരിക്കുമോ? അത് ഇന്ന് ഉണങ്ങി എണീറ്റ് വരുമ്പോൾ 2,50,000 ഞാൻ മോഡിഫൈ ചെയ്ത് കട. നെക്സ്റ്റ് ഡേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഓപ്ഷൻ ആവാനപ്പം ടൈമുണ്ട്. ഓപ്ഷൻ്റെ ടൈം ആകുമ്പത്തിനും കട ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ തന്നെ വെക്കുന്നത് നല്ലത്. ഞാൻ കറങ്ങാളൊരു കാർ എടുത്തിട്ട് വരാം. അല്ല, കറങ്ങാനുള്ളല്ലേ, കറങ്ങി കാണിക്കാനുള്ളത്. എവിടെ നിന്ന് എടുക്കാം? ഓപ്ഷൻ എന്തായാലും 2 മണിക്ക്. അതൊരു പോസ്റ്റാ. നൈബർഹുഡിൽ പോയി നോക്കാം. നല്ല കാറും എല്ലാം ഉണ്ടാകുന്ന ലോറിയാ. ഔഡിക്ക് ഒരു സെക്ഷൻ വേണം. എത്രേ? 13 ബാർഗെയിൻ. 8,000 വേണ്ട, 7,000. 8,000. 9,000. അതെ. അവിടെ എന്താ കാറുണ്ട് ഓൾറെഡി? റിപ്പയർ സ്റ്റേഷനിൽ ഓൾറെഡി എൻ്റെ ഇതൊരു കാർ എടുക്കുന്നുണ്ടോ കേട്ടാ? ഇതിനും ഡാമേജ് ഉണ്ട്. 11 ബാർഗെയിൻ. 7,000. ചെറിയ കാറൊന്നും എടുക്കൂലെന്ന് പറഞ്ഞ ഞാൻ. 8,000. 9,000. എടാ, എന്തോടാ ആരും എനിക്ക് ഇതുവരാത്ത? ഞാൻ ബാക്കിലല്ലോ കയറി. വേണ്ട. ഈ വണ്ടിയൊക്കെ കൊണ്ടുപോയി കറക്കണം. കൊള്ളാല്ലേ, വില കൂടുതലാവണ കണ്ടിട്ട്. ESP 30,000. ഈ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പാർക്കിംഗ് ലോട്ട് ഇതൊക്കെ ഒരേ 10 വണ്ടികളാണല്ലോ ഇന്ന്. ഡാമേജ് ഉണ്ട്, ആരും കുഴപ്പമില്ല. ഒരു 8,000 കിട്ടിയാൽ എടുക്കാം. 9. ഈസി. അതൊക്കെ ഈ വണ്ടി തന്നെയാണല്ലോ. BMW ഓൾഡ് മോഡൽ. ബയ്യല്ല. അയ്യോ, പാർക്ക് തലപ്പടി പറ്റിച്ച്. ഇതൊക്കെ കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നേ നോക്കണേ. ഒരു കാർ വന്ന് കറക്കിത്തരാൻ വേണ്ടി കാണിച്ചു തരാൻ വന്ന ഞാനാ. ബാർക്കി ഒരു 17-നാണെങ്കിൽ റെഡി.
ഓ ഷിറ്റ്, ഇതോടിച്ചോണ്ട് പോവാം. ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ്. അവിടെ ഇവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ ഡ്രിഫ്റ്റ് റേസ് അടിക്കാൻ പറ്റും. പക്ഷേ ഈ കാറ് ചെറുക്കനാണ് ഇപ്പോൾ. നമുക്കത് നല്ലൊരു കാർ ഡ്രിഫ്റ്റ് റേസ് അടിക്കാൻ പോകണം. അല്ല ഡ്രിഫ്റ്റ് അല്ലല്ല, ഡ്രാഗ് റേസ്. സോറി. എനിക്ക് വാഷിങ് കാണിച്ചുതരാം. കാർ വാഷ് ഇവിടെ സിലിക്ക മോനെ കാറൊന്ന് വാഷ് ചെയ്ത നീ. കണ്ട ഞാനും വാശി തരാം. കഴിക്കോ എവിടെ ഇത്ര ടൈം? ഇതിനെക്കാട്ടി സ്പീഡിൽ ഞാൻ കഴുകുമല്ലോ. മതി 96. ഓക്കെ. ഓ കഴുകിട്ടാ, കഴുകി. പക്ഷെ ടൈം എടുക്കുന്നുണ്ട്. ഇതിനെക്കാട്ടി സ്പീഡ് ഞാനാ. വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ടല്ലോ. ഇത് നേരെ കൊണ്ടുപോയിട്ട് കയറ്റി കറക്കാടാം. അടാ, എന്റെ പാർക്കിംഗ് ലോട്ടിലാണ് ഇവന്മാര് വണ്ടി കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ. വണ്ടി കയറിയ കറങ്ങൽ തുടങ്ങും കേട്ടാ. വണ്ടി കയറിയ അപ്പൊ കറങ്ങൽ തുടങ്ങും ആള്. അത് കൊള്ളാം. കണ്ട അയ്യോ, തല ഇറങ്ങുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നാ മതി. ഓക്കെ, അത് കഴുകി. ഒരു മിനിറ്റ്, ഞാൻ പോയിട്ടെ. ആ 2 കാറൊന്ന് ഇതിന് കൊടുക്കട്ടെ. മറ്റെന്താ, റിപ്പയറിന് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ ടൈം കളയേണ്ടി വരും. ആകുമ്പോൾ ഇവന്മാർ ഇപ്പം തന്നെ റിപ്പയറിങ് തുടങ്ങിക്കോളും. കുറച്ച് ടൈം എടുക്കും. ആ വണ്ടി കയറ്റുന്ന ടൈം ഒത്തിരി തീരും. ഏതായാലേ ഷോറൂം ഇത് എനിക്കിങ്ങനെ അറ്റം വരെ എത്തിക്കണോ, ആകാശം വരെ മുട്ടിക്കണോ എല്ലാ കാറും. ഇതിന് വിൻറ്റേജ് കാർസിൻ്റെ ഒരു സെക്ഷൻ. വിൻറ്റേജ് കാർസ് അല്ല, ഞാൻ ഒരു കാറിനൊരു സെക്ഷൻ തുടങ്ങും കണ്ടോ. പക്ഷെ അതിന് കുറച്ച് കാശുണ്ടാക്കണം ആദ്യം. ഇതിപ്പോൾ തൽക്കാലം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്നുണ്ട്. അയ്യോ, സെൻട്രൽ ലൈനില്ല. ഓക്കെ, ഇത് ഓപ്പൺ ആക്കി ഇടുന്ന വെറുതെയാണ് കട. ഓപ്ഷൻ ടൈമായി. അയ്യോ, രണ്ടു മണിക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കഴിഞ്ഞടാ. നോക്കട്ടെ, ആളെന്ന് ടിക്കറ്റ് കിട്ടോ. ക്ലോസ്ഡ് ടുഡേ, ഓൾറെഡി ക്ലോസ്ഡ്. ഓക്കെ, $300 പോയി. അപ്പോൾ എന്തൊരവസ്ഥ നോക്കി. ഇങ്ങനത്തെ പേരറിയാത്ത സെഡൻ കാർസൊക്കെ ഞാൻ തന്നെ ഉള്ളൂ കേട്ടാ. അതൊക്കെ കൂട്ടൊറ്റ സെക്ഷൻ. ഇനി ഹണ്ടിങ് ഫോർ കാർസ് ആണ്. ലൈക്ക് എല്ലാ വണ്ടി വേണം. എടാ, എന്തുപോലെ കൊണ്ട് ഇടിച്ച്. ഓ, ഇങ്ങനെ ഓടിച്ചാലും ഇടിയോ, വണ്ടി പൊടിയോ.
ഐ തിങ്ക് ഈ സാധനം മൊബൈലിൽ ഉണ്ടാവണം കേട്ടോ. കാർ ഫോർ സെയിൽ സിമുലേറ്റർ ഏറെക്കുറെ ഇതേപോലെ തന്നെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ. ഇതിൽ കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാർ കഴുകണം. കാറിന് എന്തൊരു ചോറ് പിടിച്ച. ഓക്കെ, ഞാൻ വിൽക്കണമൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ ഇത് മൊത്തം ഒന്ന് കയറ്റിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. ഇപ്പം തന്നെ 30 മിനിറ്റ് ആവാനേന്ന് തോന്നണം. ഓ, മറ്റേ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറായിരുന്നു കേട്ടാ തറടുന്നത്. എല്ലാം ഒരുമിച്ചാക്കണം തിരിയുന്നത്. അതിന് വല്ല വഴി ഉണ്ടാണോ? ഓ, ഇനി പൊടിയേറില്ല. ഏതാ എടാ? എന്നാലും ഓപ്ഷൻ മിസ്സാടാ. മോശമായിപ്പോയി. ഇതൊക്കെ നല്ല ക്ലീൻ വണ്ടികൾ കേട്ടാ. കഴുകിയ കണ്ടോ വിഷയോ? ഇവൻ തന്നെ നേരത്തെ വണ്ടി പോയി തിരിച്ച് ഉള്ളപ്പോ നീ കൊണ്ടുപോകുന്നു. ഇത് കുറച്ച് കൂടുതലായി പോലെ തോന്നുന്നുണ്ട് നിനക്ക്? ഈ സാധനം കുറച്ച് കൂടുതലായി പോലെ കറങ്ങി കളിക്കുന്നത് ഇല്ലേ? തോന്നിയില്ലേ? എനിക്കും തോന്നി. എന്ത് പെട്ടെന്ന് വണ്ടിയൊക്കെ മോശമാണെന്ന് നോക്കി. ഈ ടൂള് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഉപകാരമായിരുന്നു ഫസ്റ്റ്. എനിക്ക് തോന്നി ചേട്ടാ ആ സാധനം കുറച്ച് കൂടുതലാണെന്നൊരു ഒരു ഗ്യാപ്പില്ലാത്ത പോലെ. അല്ലെങ്കിൽ നിങ്ങൾ പറ എത്ര എണ്ണം വെക്കണത്? ഡിലീറ്റ് ആക്കണ ഒരു വലിയ കാർ മാത്രം, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ ഒരു സെക്ഷൻ തന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട് അതിലൊരു ഒരെണ്ണം മാത്രം അടിപൊളിയാക്കിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് നടക്കണം. അതെന്ത് പറയുന്നു? നമ്മൾ മോഡിഫൈ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മോഡിഫിക്കേഷൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഒരു ഇതില്ല. കുറേ കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അലോയ് വീലൊക്കെ മാറ്റിയിടാൻ പറ്റുന്നതാണ്. ചളി പിടിച്ചോണ്ട് ഓ, ഏതാ പുതുത്തൻ വണ്ടി? ക്ലീൻ വണ്ടി. കഴിഞ്ഞി ഇത്ര ഉള്ളു വണ്ടി. അപ്പൊ ഇതാണ് വണ്ടിയുടെ ലുക്ക്. ലൈറ്റ് വെക്കാൻ പറ്റും? ലൈറ്റ് വെക്കാൻ പറ്റുമോ? ക്ലോസ് ദ ഓഫീസ്. ഓ, ഓക്കെ. നോക്കട്ടെ ഡെക്കറേഷൻസ്. എടാ ലൈറ്റ് ഇല്ലടാ. ടേബിളും കസേരൊക്കെ ഉണ്ട്. ഇപ്പോൾ 3 നമ്മൾ വെച്ച്. ഡോറ് ഇറക്കത്തിൻ്റെ ആവശ്യമുള്ള ഇരിഞ്ഞൊന്നുമില്ല. അത് വേസ്റ്റ് ബിസ്ക്കറ്റാണ്. ഓക്കെ, ഇനി ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആവുമായിരുന്നു. സ്റ്റെപ്പ് കയറി വെക്കട്ടെ കേട്ടാ. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാശുണ്ടാക്കിയിട്ട് അവിടെ ഇവിടെ മതിൽ കെട്ടാൻ പറ്റുമോ? ഇത് ഭയങ്കര ഓപ്പൺ ആയി കിടക്കുന്ന പോലെ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സെക്ഷനിലോട്ടുള്ള ഒരു കാറ്. ഫസ്റ്റ് കാർ ഏതാ വേണ്ടത് നിങ്ങൾ പറയാട്ടാ. ഏതാണ് വേണ്ടത് ഫസ്റ്റ് സെക്ഷൻ? റയർ കാർ എന്ന് പറയില്ല കേട്ടോ, കണ്ടുപിടിക്കാൻ പണിയാണ്. അപ്പോൾ ഒരു കാറ് ഏതാന്ന് വെച്ചാൽ പറ. അപ്പം ഞാൻ അതിൻ്റെ സെക്ഷൻ ഉണ്ടാക്കാം. പക്ഷെ ആ വീഡിയോയിൽ ആ കാറ് തിരഞ്ഞുപിടിക്കലാണ് പണിയാവുക. അവിടെ ഇത് വെക്കാൻ പറ്റില്ല. ഓ, പണിയാ. മൂവ്. ഓ ശരിയല്ലേ, ഈ സാധനം മോഡില് അങ്ങനെ ഇരിക്കുമല്ലേ. ഇത് വെക്കാൻ പറ്റില്ലേ? ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടാ. പറ്റില്ല. അപ്പം അത് വേണ്ട, കുഴപ്പമില്ല. ഇതില്ല, ഓപ്പണായി കിടന്നോട്ടെ. ഗ്ലാസ് അരിച്ചോളൂ ഇവിടെ. വണ്ടികളൊക്കെ ഇങ്ങനെ മോളിക്ക് പോകുന്നതും താവുന്നതൊക്കെ കാണാമല്ലോ.
എനിക്ക് തോന്നുന്നു ആ ഒരെണ്ണം പൊളിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇറക്കാൻ പറ്റുമായിരിക്കും അല്ലേ? യെസ്. നീ അവിടെ മതി കേട്ടോ. നോക്കട്ടെ. അയ്യോ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്, ഓൾ ഗുഡ്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. കറങ്ങി കളിക്കുന്നത് ഇതാണ്. കുറച്ച് വെള്ളം കൂടി, ചൂടൊക്കെ അല്ലേ, കൂടി കൂടി. ആ അങ്ങനെയുണ്ടോ വെള്ളം കൊടുത്തപ്പോൾ? XP ഇട്ട് XP കുടിച്ചോ. ആ അപ്പം അത് സെറ്റ്. ഇതൊക്കെ കൊണ്ടുപോയി വിൽക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അയാളത്ത് കൊണ്ടുണ്ടാക്കാം. എനിക്ക് എന്തിനാ അതൊക്കെ വെക്കാം പൈസ. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഏത് വണ്ടി വേണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞോ, ഈ കിടക്കുന്ന വണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ കിട്ടുന്നൊരു വണ്ടി, അല്ലെങ്കിൽ ഇതിലൊരു മോഡലറാ, ഓഡി, BMW, അല്ലെങ്കിൽ വിൻറ്റേജ് ഓൺലി, അല്ലെങ്കിൽ ഇൻ സെഡാൻ, ഏതെങ്കിലും കാർസ് പറഞ്ഞാൽ ആ കാർ മാത്രമേ ഞാൻ തിരിഞ്ഞ് ഇറക്കാം അടുത്ത വീഡിയോയിൽ. ആ വണ്ടിനെ തിരഞ്ഞു പിടിക്കലാണ് അന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. ഓപ്ഷന് പോവുക, അല്ലെങ്കിൽ കാർ മാർക്കറ്റിൽ പോവുക, നൈബർഹുഡിൽ പോവുക, അങ്ങനെയൊക്കെ പോയിട്ട് ആ വണ്ടി മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.